is Meenu from Mass Media Productions. ഞാനേ ഈ മാഗസീനിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ആസിഫിക്കയുടെ ഒരു കിടിലൻ ഫോട്ടോ കണ്ടത്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പുതിയ മൂവി കണ്ടു. ഏതാ മൂവി എന്നറിയോ? സൺഡേ ഹോളിഡേ. ഈ മൂവി ഉണ്ടല്ലോ ഒരു വളരെ നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവി വളരെ എന്താ പറയുക, നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു മൂവിയാണ്. അതായത് നമുക്ക് ഈ മൂവി കണ്ടിറങ്ങുമ്പോൾ തന്നെ വളരെയധികം നല്ലൊരു ഇൻസ്പിറേഷൻ ഈ മൂവിയിൽ നിന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് സൺഡേ ഹോളിഡേ. പിന്നെ നമ്മൾ ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ സീനിയർ ആക്ടേഴ്സിൻ്റെ പേരെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു പേരാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഈ മൂവിയെ പറ്റി. ആ എക്സ്പെക്റ്റേഷനൊക്കെ മുന്നോട്ട് നിർത്തി പോകുന്ന ഒരു മൂവിയാണ് ഈ മൂവി. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാലത്തെ കോമിക് റോൾസൊക്കെ ഇല്ലേ, ആ റോൾസൊക്കെ ശരിക്കും നമുക്ക് ഈ മൂവി കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഈ മൂവിയുടെ ഡയറക്ഷൻ ആണെന്നറിയോ? ഇറ്റ്സ് ഡൺ ബൈ ജിസ് ജോയ്. ഡയറക്ഷൻ മാത്രമല്ല കേട്ടോ, സ്ക്രിപ്റ്റിങ്ങും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് രണ്ടും നല്ല ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നാടൻ കഥയാണ്. ആൻഡ് ഈ ജിസ് ജോയ് ഇതിനു മുമ്പ് ചെയ്ത മൂവി ഏതാ അറിയോ? നമ്മുടെ ബൈസിക്കിൾ തീവ്സ് അല്ലേ, പറഞ്ഞാൽ ഇതിലെ നായകൻ ഒരാൾ തന്നെയാണ് ആസിഫ് അലി. ദെൻ ഈ മൂവിയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് അലക്സ് ജെ പുളിക്കലാണ്. ആൻഡ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആൻഡ് നമ്മുടെ കഥയ്ക്ക് അനുസരിച്ചാണ് ഈ ഒരു എന്താ പറയുക, അതിനോട് ഇങ്ങനെ സിങ്ക് ചെയ്തിട്ടാണ് ക്യാമറ ആൻഡ് ഇതിൻ്റെ കട്ട്സൊക്കെ പോയിരിക്കുന്നത്. ആൻഡ് ഈ മൂവിയുടെ മ്യൂസിക് ഡയറക്ഷൻ ആണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ഇറ്റ്സ് ഡൺ ബൈ ദീപക് ദേവ്. ആൻഡ് എന്താ പറയുക, നല്ല റൊമാൻറ്റിക് സോങ്സ് ആണ് കേട്ടോ ഈ സിനിമയിലുള്ളത്. അതിങ്ങനെ ആസിഫ് അലിയും അപർണയൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് അതൊക്കെ ചെയ്തു പോകുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഈ ആസിഫ് അലി, അപർണ ഇവരോടൊപ്പം തന്നെ ലാൽ ജോസ് സാറും സിദ്ദിഖ് സാറും ആൻഡ് സുധീർ കരമനയില്ലേ, ഇവരും ഈ മൂവിയിലുണ്ട്. സിദ്ദിഖ് സാറും സുധീർ കരമനയും അവരുടെ ക്യാരക്ടർ റോൾസ് ഈ മൂവിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. സാധാരണ എല്ലാ മൂവിയിലും അവർക്ക് കിട്ടുന്ന റോൾ അവർ നല്ല അടിപൊളിയാക്കി ചെയ്യാറുണ്ട്. ആൻഡ് ഈ മൂവിയിലും അതുപോലെ തന്നെ. ആൻഡ് ഇവരോടൊപ്പം തന്നെ വേറെയും കുറേ ആക്ടേഴ്സ് ഉണ്ട്. അതായത് KPC ലളിതാമ്മ ഉണ്ട്, ദെൻ ആശാ ശരത്ത് ഉണ്ട്, അഗത്ത് ഇമ്മാനുവൽ ഉണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മജൻ ചേട്ടൻ്റെ കോമഡിയാണ്. പുള്ളി ഇപ്പോഴും ആ ഒരു ഹാസ്യപട്ടം ഈ മൂവിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ആൻഡ് ഇവരെ കൂടാതെ നമ്മുടെ ആക്ട്രസ് ശ്രുതിയും ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ശ്രുതി ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ജയസൂര്യയുടെ പ്രേതം മൂവിയില്ലേ, അതിനകത്തെ പ്രേതമായ ക്ലാരയാണ് ഈ ശ്രുതി. ആൻഡ് ശ്രുതിയും ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസിഫ് അലിയുടെ കൂടെയൊക്കെയുള്ള ആ ഒരു പ്രണയരംഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ആസിഫ് അലി കനപറ്റി പിന്നെ എന്ത് പറയാനാ, ഏത് നടിയുടെ കൂടെ ആണെങ്കിലും എന്താ പറയുക, കെമിസ്ട്രി ഒക്കെ അപാരാണ്. പിന്നെ ഒരു കാര്യം, ഈ സിനിമയിൽ റൊമാൻറ്റിക് സീൻസ് മാത്രമല്ല കേട്ടോ, കുറേ ഇമോഷണൽ സീൻസും ഉണ്ട്. പക്ഷെ എന്താ, അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഡയറക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി ഇങ്ങനെ കുറ്റം പറയാനാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. കാരണം വളരെ എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളില്ലേ, അതൊക്കെ തന്നെ നിങ്ങൾ ഇൻവേർട്ടഡ് കോമ ഇട്ടുള്ളൂ. കാരണം നല്ലൊരു ഇൻസ്പിറേഷനൊക്കെ ഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. അപ്പോൾ വീക്കെൻഡൊക്കെയാണ് വരുന്നത്, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഈ സൺഡേ പോയി കാണാൻ പറ്റിയ മൂവിയാണ് സൺഡേ ഹോളിഡേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾസ് ആയിട്ടുള്ള കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. രസകരമായ കമൻറ്റിന് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. So until then, it's me, review girl Meenu, signing off from Mass Media Productions. And you people have a great time. Ta-ta.